അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു പ്രസവാനന്തര ശുശ്രൂഷാലയം കേട്ടോ, ആയുർവേദിക്. അതിൻ്റെ ഒരു വീഡിയോ ആണ്, ഹോം ടൂറാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കോട്ട്. നല്ലൊരു സ്ഥലമാണ് ഇവിടെ പോയി പറ്റുന്നവർക്കൊക്കെ അവിടെ പോയി നിൽക്കാം. പാകത്തെ റേറ്റേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടതാണ് ഞാൻ. എൻ്റെ മകൻ്റെ ഭാര്യനെ അവിടെ കൊണ്ടാക്കിയപ്പോൾ, പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് കൊണ്ടാക്കിയപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് അവിടെ, നല്ല സ്ഥലമാണ്, നല്ല ഭക്ഷണമാണ്. എല്ലാവരും ഒന്ന് പോയി നോക്കൊണ്ടു. വീഡിയോയിലേക്ക് പോയാലോ? ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ യാത്ര എൻ്റെ മോളുടെ പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകട്ടോ. മോൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ആയുർവേദിക് ക്ലിനിക്കിലാണ് പോണത്. ഇതിപ്പോൾ MESൻ്റെ അവിടെയാണ്, പെരിന്തൽമണ്ണ പ്രസൂതിക എന്നറിയും. ഇതിൻ്റെ ഒരു ബ്രാഞ്ച് പട്ടിക്കാടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെരിന്തൽമണ്ണയാണ് കിട്ടിയത്. അവിടെയാണ് നമുക്ക് സൗകര്യം പോയി വരാനൊക്കെ. അപ്പോൾ ഈ മലൻ്റെ അടിയിൽ ഇങ്ങനെ MES കോളേജ് EMS കോളേജിൻ്റെ അതിലേട്ടാണ് നമ്മൾ പോണത്. അവിടെ അടുത്താണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അവിടെ നല്ല പരിചരണം, നല്ല ചികിത്സയുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ചെല്ലേണ്ട സ്ഥലം കേട്ടോ. അതുണ്ടല്ലേ, ഇതിങ്ങനെ ചെന്ന് കയറുന്ന സ്ഥലമാണ്. നല്ലൊരു ഫ്ലാറ്റാണ്, നല്ല ചികിത്സയും. ഞാൻ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ നമ്പറും ഒക്കെ വേണമെങ്കിൽ ഞാൻ തരാം. നല്ലൊരു സ്ഥലമാണിത്. നല്ല വൃത്തിയില്ല, പുതിയ ബിൽഡിംഗ് ആട്ടോ. ഇങ്ങനെ വലിയൊരു ഡൈനിങ് ഹാള് ചെല്ലിനോട് തന്നെ അവിടെ TV ഉണ്ട്, കുട്ടികൾക്ക് സ്മാർട്ട് TV ഉണ്ട് അവിടെ. പിന്നെ അങ്ങനെ പോയിട്ട് ഇത് അടുക്കളയിൽ കറണ്ട് അടുപ്പുണ്ട്, ഫ്രിഡ്ജുണ്ട്, എല്ലാതും ഉണ്ട് കേട്ടോ. നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ വേണ്ടവർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ എല്ലാതും അവിടെ 8 നേരം ഭക്ഷണം കിട്ടുന്നുണ്ട്. പ്രസവിച്ച ഒരാൾക്കും പ്രസവിച്ച ഒപ്പം നിൽക്കുന്ന ആൾക്കും പിന്നെ ഒരു കുട്ടിക്കും കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ചെന്നാൽ നമുക്ക് അധികം വേണമെങ്കിൽ അവരുണ്ടാക്കി തരും, നമ്മൾ ഓർഡർ ചെയ്താൽ മതി. അങ്ങനെ നല്ല സൗകര്യമുള്ള റൂമാട്ടോ. അല്ലേ, ഇതിപ്പോൾ ഇനി ഒരു ബെഡ്റൂമാണ്, വലിയ ബെഡ്റൂമാണ്. ഇത് അടുക്കളയാണ്, ഇതിൽ കറണ്ട് അടുപ്പുണ്ട്. നമുക്ക് ബെഡ്റൂം കാണാം. ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഫോട്ടോ എടുത്തിട്ടില്ല. ചെറിയ കുട്ടികളുണ്ടാവുകൊണ്ട് അവർ കരഞ്ഞപ്പോഴേ അവരെടുത്തുകൊണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കണം, വലിയ കുട്ടീനെ എടുത്തിട്ട്. അപ്പോൾ ഫോട്ടോ ശരിക്കും എടുക്കാനായിട്ടുള്ള കുട്ടി വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുക്കള കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇത് ബെഡ്റൂം, അതൊരു ബെഡ്റൂം ആട്ടോ. ഇതിൽ അൽമാറുണ്ട്. ബെഡ്റൂം അല്ല, ഇത് ഡൈനിങ് ഹാൾ തന്നെയാണ്. ബെഡ്റൂമൊക്കെ നമ്മൾ എത്തിയിട്ടില്ല. ഇതൊരു ബെഡ്റൂം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നല്ല വിരിപ്പൊക്കെ നമ്മൾ കൊണ്ടുവരണം, അവർ വിരിച്ച് തരും. ഇതിൽ അൽമാറുണ്ട്, നല്ല ബാത്റൂമുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. 2 ബെഡ്റൂമിലും ബാത്റൂമുണ്ട് കേട്ടോ. നല്ല ഡബിൾ കോട്ട് കട്ടിലുണ്ട്, 2 കട്ടിൽ കൂട്ടിയിട്ടതാണ്. നല്ല വൃത്തിയില്ല ബാത്റൂമും, അതിൽ വാഷ് ബേസും ബക്കറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്ലോറിൽ തന്നെ അവരെ കുളിപ്പിക്കാനല്ലേ, രാവിലെ കോയമ്പ് വെച്ച് കുളിപ്പിക്കാനല്ലൊക്കെ ഈ ഫ്ലോറിൽ തന്നെ. ഈ മുകളിൽ ഞങ്ങൾ 2ാമത്തെ ഫ്ലോറിലേനും അവിടേക്ക് ലിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുളിപ്പിക്കാനുള്ള സൗകര്യമൊക്കെ എല്ലാ ഫ്ലോറിലും, താഴത്തേക്ക് കൊണ്ട് ആവശ്യമില്ല. ഇതൊരു ബെഡ്റൂമാണ്. അങ്ങനെ 2 ബെഡ്റൂം, നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാട്ടോ. ഈ ബെഡ്റൂമിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടല്ലേ, ഒരു ബാൽക്കണി ഉണ്ട്. ഇതുണ്ടല്ലേ, ഞാൻ നല്ല മലയാളമൊക്കെ നല്ല വ്യൂ ആട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ. പക്ഷേ കുട്ടികൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ നോക്കണം. അപ്പോൾ ഞങ്ങൾ വാതിൽ പൂട്ടിക്കാനും കുട്ടിയായിട്ട് ഇറങ്ങിയെങ്കിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേ ഒരു മലൻ്റെ അടിയിലാണിത്. നല്ലൊരു കാലാവസ്ഥ കേട്ടോ അവിടെ. നല്ല സുഖമാണ്. സുഖവാസ കേന്ദ്രത്തിൻ്റെ പോലെയാണ് ഈ ചികിത്സാലയം. അല്ലേ, ഒരു മലൻ്റെ അവിടെ നല്ല കാറ്റും നല്ല അന്തരീക്ഷം കേട്ടോ. പ്രസൂതിക എന്ന് പറയുന്നത്, പ്രസൂതിക എന്ന് പറഞ്ഞാൽ അറിയും, പ്രസവാനന്തര ചികിത്സാലയം പ്രസൂതിക. ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ പട്ടിക്കാടുണ്ട് കേട്ടോ. പട്ടിക്കാട് ചുങ്കം, ഇവിടെ പെരിന്തൽമണ്ണയുണ്ട്. അങ്ങനെ നല്ലൊരു സ്ഥലമാട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കോളി. അപ്പം കുട്ടി ഇങ്ങനെ അവിടെ കളിച്ച് കിടക്കുകയാണ്. വന്നിട്ട് ഒന്ന് മേലൊക്കെ കഴുകിയിട്ടേ കുപ്പായിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ നല്ല പുതിയ ബിൽഡിംഗ് ആട്ടോ. അതുകൊണ്ട് നല്ല വൃത്തിയാണ്. വലിയ മോൻ ഇവിടെ സ്മാർട്ട് TV കണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് വേണമെങ്കിൽ കാണണമെങ്കിൽ നല്ല സോഫി സെറ്റിയൊക്കെ ഉണ്ട്, നല്ല സൗകര്യമാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കൊണ്ടു. നമുക്ക് എല്ലാവരും ഒന്ന് കണ്ടാലോ. പിന്നെ ഇവിടുത്തെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ 8 നേരമാണ്. അപ്പോൾ ഞാനിവിടെ നിന്നിട്ടില്ല, ഞങ്ങൾ പോയി ഒലമ്മേരുന്ന് ഇവിടെ നിന്നതിന്. അപ്പോൾ അത് ഞാൻ പിന്നെ കാണിക്കാട്ടോ. നല്ല ഭക്ഷണം, നല്ല ഫുഡൊക്കെയാണ്. അതിൻ്റെ ഞാൻ വീഡിയോ പിന്നെ ഇടാം. ഇതിപ്പോൾ ഞാൻ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. നല്ലൊരു സ്ഥലമാണ്, പാകത്തെ റേറ്റേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണ്. നമുക്ക് എല്ലാവരും ഒന്ന് കണ്ടാലോ.